നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന റെസിപ്പീസ് ഒക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. വഴുതനങ്ങ പലർക്കും ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറി ആയിരിക്കും. എന്നാൽ ഇങ്ങനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചക്കറിയാണിത്. എന്നാൽ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ 300 ഗ്രാം വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായി കഴുകിയെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കഴുകാറില്ല, അതുകൊണ്ട് ആദ്യം തന്നെ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുകയാണ്. എല്ലാ വഴുതനയും നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ ഓരോ വഴുതനയും 4 കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം ചെറിയൊരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. വഴുതനങ്ങ എല്ലാം ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുത്തതിന് ശേഷം അത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കുന്നത് ഈ വഴുതനങ്ങയിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇതിൻ്റെ കളറ് പെട്ടെന്ന് മാറിപ്പോവും. അതുകൊണ്ട് കളർ അത്ര മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് വച്ചതിന് ശേഷം നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ചൂടായതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സവാളയാണ് എടുക്കുന്നത്. ചെറിയ ഉള്ളി എടുത്താലാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പം ചെറിയ ഉള്ളി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ സവാള എടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കാം. ഉള്ളി ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഞാനെപ്പോഴും ചേർക്കാറുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ കുറച്ച് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. ഇത് 1/4 ഭാഗം വെന്തിട്ടുണ്ട്. എന്നാൽ ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചെടുക്കണം. അതുകൊണ്ട് ഒന്നുകൂടി കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇപ്പോൾ വഴുതനങ്ങയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തൂങ്ങിക്കൊടുത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ ടേസ്റ്റി മെഴുക്കുവരട്ടി എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കൂ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.